ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വൈകുന്നേരം എവിടെയെങ്കിലും പോകുന്നെങ്കിലേ ഉള്ളൂ. നല്ല വെയിലുണ്ട് കേട്ടോ വെളിയിൽ. നല്ല കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് നല്ല വെയിൽ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയി എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത്, മറ്റേ സ്കിന്നിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും ഹെയറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്കിന്നൊരു താളി ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ മുഖത്ത് കുറച്ച് കോഫിയോ അങ്ങനെ എന്തെങ്കിലും തേക്കാമെന്നും കൂടി കരുതി. അപ്പോൾ നമുക്ക് ആദ്യം പോയി താളിക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഇന്നിപ്പോൾ ഇല്ലേ, കുറേ ദിവസത്തിന് ശേഷം നല്ല വെയിലാണ്. ഞാൻ ഒരു പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല വെള്ളോട്ട് ഇറങ്ങി. പിന്നെ നമുക്ക് ചെമ്പരത്തിക്ക് ഒട്ടും ക്ഷാമമില്ല കേട്ടോ. അപ്പുറത്ത് ആൻറ്റീൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തേ കുറേ പൂവും മുട്ടും മാറി മാറി പിച്ചുന്നുണ്ട്. പിന്നെ നല്ല വെയിലും കൊണ്ടായിട്ട് എത്രയും പെട്ടെന്ന് പിച്ചിട്ട് വീട്ടിൽ തരാമെന്നുള്ളൊരിതിൽ ഞാൻ പെട്ടെന്ന് പിച്ചുന്നുണ്ടായിരുന്നു എല്ലാം. നമുക്കപ്പോൾ ആവശ്യത്തിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല അത്യാവശ്യത്തിന് കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കപ്പോൾ നല്ല ആവശ്യമായിട്ട് തേക്കാനും മാത്രമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുണ്ടല്ലോ അരയ്ക്കത്തില്ല, ഞാൻ പിഴിഞ്ഞെടുക്കത്തുള്ളൂ. അരച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തലയിൽ തന്നെ നിൽക്കും, ഇത് പോകില്ല അതിൻ്റെ പൊടി. അപ്പോൾ പിഴിഞ്ഞ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം. ചിലന്തി വലയൊക്കെ കാണും, അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മൊട്ടിനാണ് കൂടുതൽ നല്ലത്. കാരണം നമുക്കിതെല്ലാം ഇനി ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് വേണ്ടത് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കാരണം കുറേയൊക്കെ പന്നലുണ്ടായിരുന്നു. ആ ഒരു വെയിലത്ത് നിന്ന് പറിച്ചതുകൊണ്ട് വേണ്ടത് ഏത് വേണ്ടാത്തതൊന്നും അറിഞ്ഞില്ല. പിന്നെ കുറച്ച് നേരം വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടും നല്ലത് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് തണ്ടയ്ക്ക് ഒന്ന് ഒടിച്ചളഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി നമ്മളുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ വേണ്ടത്രയും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലത് മാത്രമേ ഉള്ളതെന്നാണ് തോന്നുന്നത്. ഒത്തിരിയും കളയാനൊക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്കിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് എന്താ പറയുന്നത്, ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ആദ്യം. നമ്മളത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണേ. പക്ഷേ ഈ വെള്ളം കളയണ്ട, നമുക്കിത് ലാസ്റ്റായാലും ആവശ്യം വരും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പറയുന്നത് പോലെ ഇത് ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ ബേസിനിലേക്ക് തന്നെ മാറ്റിയിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വീഡിയോ മാക്സിമം കട്ട് ചെയ്തും സ്പീഡാക്കിയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ടൈം എടുക്കുക പ്യുവറായിട്ടുള്ള ജെല്ല് വരാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് നമുക്ക് കുറച്ച് കട്ടി തോന്നും പിഴിയാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം കുറേ ടൈം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സാധനം കിട്ടും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കറ്റാർവാഴ ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു അരിപ്പയിലേക്ക് നന്നായിട്ട് അരിച്ചെടുക്കുമ്പോഴത്തേന് കറക്റ്റ് ആ ഒരു ജ്യൂസ് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടത് ഇത്രയും സാധനമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത. ഇപ്പം നമ്മൾ ഈ മിക്സിക്കകത്തൊക്കെ അരയ്ക്കുമ്പോൾ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഈ പൊടി ഇങ്ങനെ തലയിരുന്നിട്ട് അത് തന്നെ ഭയങ്കര ഇറിറ്റേഷനാണ്. ഇത് നമുക്ക് കറക്റ്റ് നമുക്ക് വേണ്ട ഒരു ജ്യൂസ് തന്നെ കറക്റ്റ് ഫ്ലൂയിഡ് പോലെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ജ്യൂസ് കൺസിസ്റ്റൻസിയിൽ അത് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് തലയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ നന്നായിട്ട് അരിച്ചെടുക്കുക, അത്ര തന്നെ. ഇത് കൂടുതലും ഇങ്ങനത്തെ അരിപ്പയില്ലെങ്കിൽ തോർത്തിലൊക്കെ കെട്ടിയിട്ട് അരിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാവരും ചെയ്യുന്നത്. എന്നാലും ഇങ്ങനെ ഒരെണ്ണം വീട്ടിലുള്ളതുകൊണ്ട് ഞാനിതങ്ങ് എടുത്തന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ സാധനം കിട്ടുക. ലാസ്റ്റ് നമുക്ക് നല്ല ജെല്ല് പോലെ. ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ആ ഒരു നമ്മൾ എടുക്കേണ്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് താളി തേക്കാം. ഓക്കെ, അപ്പം നമ്മൾ നല്ല കിടിലനായിട്ട് താളിയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു 10 മിനിറ്റ്, 10 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ മതി. തണുപ്പിറങ്ങാൻ ഇഷ്യൂ ഒക്കെ ഉള്ള ഒരു 5 മിനിറ്റ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നും ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് കുളിക്കാം. അപ്പോൾ എന്തായാലും നമുക്കൊരു 15 മിനിറ്റ് ടൈമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി മുഖത്തിടാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളായിരിക്കും തേയിലപ്പൊടിയാണെന്ന്, സോറി അത് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് തൈരും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാപ്പിപ്പൊടിയും തൈരും കൂടി ഇട്ടിട്ട് മുഖത്തിടാം, ഒന്ന് ഗ്ലോ ആവട്ടെന്ന്.
നമുക്ക് നന്നായിട്ടൊന്ന് സാധനം മിക്സ് ചെയ്തെടുക്കാം, കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട്. അപ്പോൾ കാപ്പിപ്പൊടിക്കകത്ത് തൈരും കാപ്പിപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ, അതിനകത്ത് വേറെ ഒന്നുമില്ലേ. ഞാൻ കൂടുതലും തൈര് എടുക്കും, പക്ഷേ എനിക്ക് തൈരിൻ്റെ മണം ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ കൂടുതലും പാലാണ് എടുക്കുന്നത്. ഇന്ന് തന്നെ തൈരുള്ളതുകൊണ്ട് തൈരാണ് നമുക്ക് എടുക്കാം. ഹായ്, അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു, അല്ലാണ്ട് ഞാൻ അങ്ങനെയൊന്നും തേച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടാനൊക്കെ പോയ മാതിരിയുണ്ട്. എനിക്ക് അങ്ങനെ വലിയതൊന്നും മീൻസ് സ്ക്രബല്ല, നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഡെയിലി. പക്ഷേ എൻ്റെ മുടി എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്കൊരു എന്താ പറയുന്ന ഒരു ഷാമ്പൂവും കണ്ടീഷണറും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുടി കിട്ടത്തില്ല, ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം താളി ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന്. ലൈക്ക് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു താളി ഉപയോഗിച്ച് അടിപൊളിയായിരിക്കും. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എൻ്റെ മുടി കിടക്കുന്നത് കാണിച്ചത് നമുക്ക് നല്ല കിട്ടിലനായിട്ടുണ്ട് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഹായ്, സന്തോഷമായിരുന്നു. എന്തിലാട്ടെ. ഓക്കെ, അപ്പം മുടി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പം നിങ്ങൾക്ക് വേണം ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ താളിയൊക്കെ യൂസ് ചെയ്യും, ഒരു 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെ എന്നൊക്കെ ഉള്ള രീതിയിൽ. സോ അപ്പം എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് പോകാനും കൂടി റെഡി ആവട്ടെ.